ഫെബ്രുവരി 13 വ്യാഴാഴ്ചയിലേക്കുള്ള പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നാളെ എക്സ്പയറി ഡേ ആണ് എന്ന് റിമൈൻഡ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നാളെ ഓപ്ഷൻസ് ബൈയിൽ നിൽക്കുന്ന ആളുകൾ നെക്സ്റ്റ് വീക്ക് എക്സ്പയറി സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്നാൽ നിങ്ങൾക്ക് തീറ്റ ഡി കെയെ മറികടക്കാൻ പറ്റും ഒരു പരിധി വരെ. ഇനി കഴിഞ്ഞ ദിവസം പ്രധാനപ്പെട്ട 2-3 ഡേറ്റകൾ ഇന്ന് വരാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. ആ ഡേറ്റകൾ ഇന്ന് 4 മണിക്ക് വന്നിട്ടുണ്ട്. അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ട് വരാനുണ്ടായിരുന്ന ഒരു ഡേറ്റ ഇൻഫ്ലേഷനാണ്. അപ്പോൾ ഇൻഫ്ലേഷൻ 5.22 4.3 ഇൻഫ്ലേഷൻ കുറഞ്ഞിട്ടുണ്ട്. ഇൻഫ്ലേഷനാണ് കാണുന്നത്. CPI ഇൻഫ്ലേഷനാണ്. പിന്നെ ക്യുമുലേറ്റീവ് ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതിന് ഒരു പ്രോഗ്രസ് കാണിക്കുന്നതാണെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ഡീറ്റെയിൽ ചെയ്തിരുന്നു. അതിൽ ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് സെപ്പറേറ്റും മാനുഫാക്ചറിങ് ഔട്ട്പുട്ട് സെപ്പറേറ്റും എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കാണാത്തവർ പ്രീ മാർക്കറ്റ് അനാലിസിസ് കാണും, അതിനകത്ത് ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട്. ഇത് സെപ്പറേറ്റ് എടുക്കുന്ന സമയത്ത് ഇത് നെഗറ്റീവാണ്. ഈ ലേറ്റസ്റ്റ് വന്നുള്ള ഡേറ്റ ഡിസംബറിലെ ഡേറ്റയാണ്. അതാണ് ഇപ്പോൾ ഗവൺമെൻറ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. മന്ത് ഓൺ മന്ത് നോക്കുന്ന സമയത്ത് നമ്മൾ പ്രൊഡക്ടിവിറ്റി ഒക്കെ കൂടിക്കൊണ്ടിരിക്കുക തന്നെയാണ് നമ്മുടെ രാജ്യം. നമ്മൾ മാർക്കറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മുടെ എക്കണോമി വളരെ അപകടകരമായ ഒരവസ്ഥയിലാണെന്നൊന്നും കരുതേണ്ട ആവശ്യമില്ല. ഇത് ഓരോ മാസവും പ്രീവിയസ് മന്തിനേക്കാട്ടിലും നമ്മുടെ പ്രൊഡക്ഷൻ കൂടി വരുന്നതാണ് ഈ കാണിക്കുന്നത്. അത് അറ്റ്ലീസ്റ്റ് 3.2 ആണെങ്കിൽ 3.2, 4 ആണെങ്കിൽ 4. മുമ്പത്തെ മാസം നവംബറിനേക്കാളും ഇതെല്ലാം നമ്മുടെ മാനുഫാക്ചറിങ്ങിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂടിയിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് 3.2 കൂടിയിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ഒരു ആക്സിലറേഷൻ ഉണ്ടല്ലോ. പ്രീവിയസ് നവംബറിലെ ഡേറ്റ എടുക്കുമ്പോൾ നവംബറിൻ്റെ മുമ്പത്തെ ഒക്ടോബർ കഴിഞ്ഞിട്ട് നവംബർ എടുക്കുമ്പോൾ അന്ന് 5% ആണ് കൂടിയിരുന്നത്. ഒക്ടോബറിനേക്കാളും 5% പ്രൊഡക്ടിവിറ്റി കൂടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്രാവശ്യത്തെ ഗ്രോത്ത് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. സ്റ്റിൽ നമ്മൾ ഗ്രോത്തിലാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഗ്രോത്തിൻ്റെ ഒരു ആക്സിലറേഷൻ കുറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം നമുക്ക്. അപ്പോൾ ഇത് ക്യുമുലേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നുമില്ല. 4.1 ആണ് പ്രയർ ഉണ്ടായിരുന്നതെങ്കിൽ, നവംബറിൽ ഉണ്ടായിരുന്നെങ്കിൽ ഡിസംബറിൽ 4% ഗ്രോത്ത് ഓവറാൾ ഇതിൻ്റെ പ്രൊഡക്ടിവിറ്റിയിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇത് ആൾമോസ്റ്റ് സെയിം എന്ന് പറയാം. പിന്നെ അത് തന്നെ നമ്മൾ സെപ്പറേറ്റ് ചില സെക്ടറുകളൊക്കെ എടുത്ത് നോക്കിയാൽ വളരെ വലിയ വ്യത്യാസം കാണുന്നുണ്ട്. അതായത് ഇലക്ട്രിസിറ്റിയുടെ ഒക്കെ കൺസപ്ഷനിൽ വലിയ ഗ്രോത്ത് കാണുന്നു. അത് പോസിറ്റീവാണ് ആക്ച്വലി. നമ്മൾ പല കാര്യങ്ങളും പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. അല്ല, ഇപ്പോൾ നമ്മൾ കോവിഡിൻ്റെയൊക്കെ സമയത്ത് നമുക്കറിയാം ഇലക്ട്രിസിറ്റിയുടെയൊക്കെ കൺസപ്ഷൻ വളരെ കുറവായിരുന്നു ഈ സെക്ടറുകളിൽ, മാനുഫാക്ചറിങ് ഒക്കെ പോലെയുള്ള സെക്ടറുകൾ, ഇൻഡസ്ട്രിയൽ സെക്ടറിലൊക്കെ. അപ്പോൾ അത് കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിങ് ഒക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ചില കാര്യങ്ങൾ കുറഞ്ഞിട്ടുണ്ട്, ചില കാര്യങ്ങൾ കൂടിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഒരു മിക്സഡ് ആയിട്ടുള്ള ഡേറ്റയാണ് അവിടെ വന്നിട്ടുള്ളത്. ഇനി നമ്മൾ പ്രൈസ് സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ന് മാർക്കറ്റിൽ സംഭവിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കിയാൽ, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് ഇപ്പോൾ മാർക്കറ്റിൽ സെല്ല് ഓൺ റൈസ് ആണ് ഒരു ബെറ്റർ ചോയ്സ്. ലെവലുകളിൽ ബൈക്കുള്ള സാധ്യത കിട്ടിയാൽ അത് പ്രയോജനപ്പെടുത്താമെന്നുള്ളതും പറഞ്ഞിരുന്നു. നിങ്ങളൊരു ഡിഫൻസീവ് ട്രേഡർ ആണെങ്കിൽ സെല്ല് ഓൺ റൈസിൽ മാത്രം നിൽക്കുക. ലെവലുകളിൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് സെല്ലിൽ നിൽക്കണ്ട, അവോയ്ഡ് ചെയ്യാമെന്നും പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ അത് ഫോളോ ചെയ്ത ഒരാൾ ഇവിടെ ഒന്നും ഓപ്പർച്യൂണിറ്റി ഇല്ല. കാരണം അവിടെ ഈ ലെവലുകൾ ബ്രേക്ക് ചെയ്തു എന്നുള്ളത് മാത്രമല്ല, ഇത് ഒറ്റ തവണ കൊണ്ടാണ് ബ്രേക്ക് ചെയ്യുന്നത്. കൃത്യമായിട്ട് നമ്മുടെ ലെവലുകൾ ഇവിടെ ചെറിയ 1 മിനിറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ലെവലിനും പ്രൈസ് പ്രാധാന്യം കൊടുക്കുന്ന ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. കേട്ടോ, ഇവിടെ വന്നിട്ട് ബൗൺസ് ചെയ്തിട്ട് ഇത് ബ്രേക്ക് ചെയ്യുന്നു. പക്ഷേ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഇത് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. ഇവിടെയും ഇവിടുന്ന് ബൗൺസ് ചെയ്യുന്നു, എന്നിട്ട് ബ്രേക്ക് ചെയ്യുന്നു. നമുക്ക് താഴേക്കുള്ള നമ്മളൊരു സെല്ല് വ്യൂ ഉണ്ടെങ്കിൽ, നമ്മൾ ബിയറിഷ് ആണെങ്കിൽ പോലും നമുക്കത് ഉപയോഗിക്കാൻ പറ്റുക എങ്ങനെയാണ്? ഒന്ന് ബൗൺസ് ചെയ്ത് ഒരു തവണ താഴേക്ക് വന്നിട്ട് പിന്നെ മുകളിൽ പോയി, അതല്ലെങ്കിൽ ഇവിടുന്ന് റീടെസ്റ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. അങ്ങനെയുള്ള ഒരു പ്രൈസ് ആക്ഷനും ഇവിടെ നിന്ന് വരാത്തത് കൊണ്ട്, താഴേക്ക് വന്ന് ഇങ്ങനെയുള്ള പ്രൈസ് ആക്ഷൻ വരാത്തതുകൊണ്ട് നമുക്ക് ഇവിടെയൊന്നും ആദ്യത്തെ സെഷനിൽ നമുക്ക് ഈ അവസരങ്ങളൊന്നും പ്രയോജനപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടാവില്ല നമ്മളുടെ അനാലിസിസ് ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ. ഇനി പിന്നെ ഇവിടുന്ന് നമുക്ക് സെൽ ഓൺ റൈസ് ഇവിടുന്ന് റിവേഴ്സ് ചെയ്ത് തുടങ്ങിയപ്പോൾ മുതൽ പിന്നീട് കിട്ടുന്ന ഓരോ ഹൈയും നമുക്ക് സെല്ല് ചെയ്യാനുള്ള അവസരങ്ങളാണ്, അല്ലെ ഓരോ ലെവലുകളും നമുക്ക് സെല്ല് ചെയ്യാനുള്ള അവസരങ്ങളാണ്. അപ്പോൾ ഇവിടുന്നൊന്നും നമുക്ക് കൺഫർമേഷൻ ആയിട്ടില്ല, ഒരു ബൗൺസ് എന്ന് പറയാറായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇവിടുന്ന് എന്തായാലും ഒരാൾ അവസരം നോക്കില്ല. എന്നാൽ ഈ ഒരു ലെവൽ വരെ ഇതിൻ്റെ ഇത്രയും വലിയ ഈ റാലിയുടെ ഒരു ബിയറിഷ് മാർക്കറ്റിൽ ഇത്രയും റാലി കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്ത് പിന്നെ ഇവിടേക്ക് ഇവിടെ വരെയൊക്കെ റീടെസ്റ്റ് കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ സെല്ലിന് പരിഗണിക്കാവുന്ന ഒരു ഏരിയ ആയിരുന്നു. അപ്പോൾ അവിടെ ഇതിന് മുകളിലേക്ക് പോയി താഴേക്ക് വന്ന സമയത്ത് സെല്ലിൽ നിന്ന ആൾക്ക് തൊട്ടടുത്ത ലെവൽ വരെ, നമ്മുടെ ലെവൽ വരെ പ്രൈസ് മൂവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ റിസ്ക് റിവാർഡ് ഫേവർ ആണോ നോക്കിക്കഴിഞ്ഞാൽ 1:1.5 എങ്കിലൊക്കെ മിനിമം ഉണ്ടെങ്കിൽ ഒരു ട്രേഡിൽ എൻ്റർ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ മറ്റൊരു
രീതി, ഈ മറ്റൊരു ലെവൽ എന്ന് പറയുന്നത് ഈ ലെവലാണ് 23,044. ഇവിടെ ഇതിൻ്റെ മുകളിലേക്ക് പ്രൈസ് കയറി അതിനുശേഷം താഴേക്ക് വന്ന സമയത്ത് പിന്നീട് ഇവിടെ നിന്ന് റീടെസ്റ്റും കൂടെ കിട്ടി. ഇവിടെ നിന്ന് ഈ ലെവൽ വരെയുള്ള ഒരു റാലി ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ അവിടെയും കൃത്യമായിട്ട് ആ പ്രൈസ് നമ്മൾ ഉദ്ദേശിച്ച സെൽ ഓൺ റൈസ് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1, 2 ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇതേ ലെവലിൽ നമുക്ക് പ്രൈസ് ഇവിടെ ടച്ച് ചെയ്ത് നെക്സ്റ്റ് ഈ ലെവൽ വരെ ഇവിടെയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ലൈവ് മാർക്കറ്റിൽ ഇത് ഐഡൻറ്റിഫൈ ചെയ്യുക, മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ നിന്ന് നിൽക്കണോ എന്നുള്ളതൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഇപ്പോൾ ഒരു ലെവൽ ടു ലെവൽ ട്രാക്ക് ചെയ്താൽ ഇത് ഈസിയാണ് ഫോളോ ചെയ്താൽ. ഈ ലെവലിൽ നിന്ന് നമുക്ക് എൻ്റെ മുകളിൽ പോയിട്ട് താഴേക്ക് വന്നാൽ ഇതുവരെ ബയറിഷ് മാർക്കറ്റിലാകുമ്പോൾ ഒറ്റ തവണ മതി. ഈക്വലി സെല്ലിനും ബൈക്കും ഒരുപോലെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സമയത്താണ് മാർക്കറ്റെങ്കിൽ ഒരു 2 തവണത്തെ ബൗൺസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. മുകളിലേക്ക് പോകുമ്പോഴും അങ്ങനെ തന്നെയാണ്. മുകളിലേക്ക് പോകുമ്പോൾ എസ്പെഷ്യലി ബിയറിഷ് മാർക്കറ്റിൽ നമ്മൾ ബൈ സൈഡിലാണ് നിൽക്കുന്നതെങ്കിൽ 2 ടൈം അല്ലെങ്കിൽ 3 ടൈം ഒക്കെ ടച്ച് ചെയ്തിട്ട് മുകളിലേക്ക് പോകുന്ന സമയത്ത്, അതേപോലെ തന്നെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ടായാൽ മാത്രം അതിന് റീടെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രം ബൈയിൽ നിൽക്കുക എന്നുള്ളതൊക്കെ നമുക്ക് ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ നിങ്ങളുടെ ഒരു സ്ട്രാറ്റജിയുമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡുമായിട്ട് ഈ ലെവലുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിനെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ലെവലുകൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, വളരെ നന്നായിട്ട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓരോ ലെവലുകൾ നോക്കിക്കഴിഞ്ഞാൽ അല്ലേ, വളരെ ഫാസ്റ്റായിട്ട് വന്ന സമയത്ത് പോലും ഇവിടെയൊക്കെ ലെവലുകൾ റെസ്പെക്ട് ചെയ്യുന്ന കാണാം. ഇനി നാളെ നമുക്ക് എന്ത് ചിന്തിക്കാം എന്നുള്ളത്, എങ്ങനെ ഏത് രീതിയിൽ പ്രിപ്പയർ ആവാം, ഏത് രീതിയിൽ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ മാർക്കറ്റ് നമുക്ക് തരുന്നൊരു സൂചന വലിയൊരു ഫാള് തന്ന് ഇതുവരെയുള്ള ഒരു റാലി തന്നിട്ട് നിൽക്കുന്ന സമയമാണ്. ഫാള് തന്ന് അത് അത്ര തന്നെ 1% ഫാൾ ചെയ്തിട്ട് അത് ഇതിന് ഈക്വലായിട്ട് ബയ്യേഴ്സ് വന്നു. അപ്പോൾ സെല്ലേഴ്സ് എത്രമാത്രം വന്നു അത്രമാത്രം ബയ്യേഴ്സ് വന്നു. അപ്പോൾ നാളെ ഇതേ ഇന്ന് മാർക്കറ്റ് തന്ന സൂചന അനുസരിച്ച് നമ്മൾ മാർക്കറ്റിൽ നിൽക്കുകയാണെങ്കിൽ നാളെ നമുക്ക് ഓരോ ലെവലിൽ നിന്നും ബയ്യിനും സെല്ലിനുമുള്ള അവസരങ്ങൾ ഒരേപോലെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതായിരിക്കണം നമ്മുടെ നാളത്തെ സ്റ്റാൻഡ്. അടുത്ത 1-2 ദിവസം ഒരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടാവുമെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ഡേ ക്യാൻഡിൽ വെച്ചിട്ട് വരച്ച് കാണിച്ചു തന്നിരുന്നു അല്ലേ. അപ്പോൾ ഇന്ന് എൻഡ് ഓഫ് ദി ഡേ എടുത്തു കഴിഞ്ഞാൽ ഇന്നത്തത് ഒരു ഗ്രീൻ ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ ബുള്ളിഷ് ക്യാൻഡിൽ എന്നുള്ള അർത്ഥത്തിൽ വേണം നമ്മൾ റീഡ് ചെയ്യാൻ. ഇത് ആക്ച്വലി ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഇന്ന് സംഭവിച്ചത്. എങ്ങനെയാണ് നമുക്കത് അറിയാൻ പറ്റുക? അത് നമ്മൾ ഡേ ക്യാൻഡിൽ പോയി കഴിഞ്ഞാൽ ഒരു ക്യാൻഡിൽ നമ്മൾ ബുള്ളിഷ് ആണ് എന്ന് കൺസിഡർ ചെയ്യേണ്ടത് ആ ക്യാൻഡിലിൻ്റെ കളർ നോക്കിയിട്ടല്ല, ആ ദിവസം എവിടെയാണ് പ്രൈസ് ക്ലോസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കൺസിഡറേഷൻ എന്ന് പറയുന്നത്. പ്രൈസിൻ്റെ ക്ലോസിങ് ആ ഡേയുടെ ഹൈയിൻ്റെ അടുത്താണെങ്കിൽ നമുക്കതിനൊരു ബുള്ളിഷ് ക്യാൻഡിലായിട്ട് റീഡ് ചെയ്യാം. ഒരു ക്യാൻഡിലിൻ്റെ ക്ലോസ് ആ ക്യാൻഡിലിൻ്റെ ലോൻ്റെ അടുത്താണെങ്കിൽ നമുക്കതിനൊരു ബിയറിഷ് ക്യാൻഡിലായിട്ടും, വിക്ക് ഉണ്ടെങ്കിലും അതിനൊരു ബിയറിഷ് ക്യാൻഡിലായിട്ട്, അതിപ്പോൾ ഒരു ഗ്രീൻ കളറിലാണ്, ഇവിടെ ഒരു ഗ്രീൻ കളറിലാണ് ഈ ക്യാൻഡിൽ ഉള്ളത്. പക്ഷേ ഇത് ലോൻ്റെ അടുത്താണെങ്കിൽ ഇത് ഒരു ബിയറിഷ് ക്യാൻഡിലാണ്. ഇതിപ്പോൾ ചെറിയ റെഡ് കളർ ആണെങ്കിൽ പോലും ചിലപ്പോൾ വേറെ ചില പ്ലാറ്റ്ഫോമിൽ ചിലപ്പോൾ അത് ഗ്രീൻ ആയിരിക്കാം, ആണെങ്കിൽ ഇതൊരു ഗ്രീൻ ക്യാൻഡിലായിട്ട് കൺസിഡർ ചെയ്യാം ഈ ഹൈൻ്റെ അടുത്താവുമ്പോൾ. ഈ രീതിയിൽ വേണം നമ്മളിതിനെ ലോജിക്കലി അനലൈസ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ തന്നെയുള്ള ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് തന്നെയാണ് ഇന്ന് നടന്നിട്ടുള്ളത്. എന്നാൽ അത് നന്നായിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് ആദ്യത്തെ ഫസ്റ്റ് ഹാഫിൽ വളരെയധികം പാനിക് സെല്ലിംഗ് നടന്നതിന് ശേഷം മാർക്കറ്റ് ആ രീതിയിൽ എൻഡ് ചെയ്തു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നത് ഇവിടുന്ന് ഒരു 345 എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ലെവൽ പറഞ്ഞിരുന്നു. ആ ലെവൽ വരെയൊക്കെ വന്നിട്ടായിരിക്കണം താഴേക്ക് വരുന്നത് എന്നുള്ളൊരു സൂചന നമ്മൾ തന്നിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഒരു ലെവൽ വരെ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇന്നൊരു പൊസിഷണൽ ട്രേഡൊക്കെ ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മെമ്പേഴ്സിന് ആ ട്രേഡിൽ ഞാൻ എൻ്റർ ചെയ്ത് ഇവരെ അറിയിച്ചിട്ടുമുണ്ട്, നമ്മുടെ ഡിസ്കൗണ്ടിലൂടെ ഷെയർ ചെയ്യുന്ന മെമ്പർഷിപ്പിനെ പറ്റി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ ഏതെങ്കിലും ഒരു വീഡിയോയുടെ താഴെ കാണുന്ന ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. അപ്പോൾ അതിൽ നമ്മളൊരു 3,000-3,500 രൂപയുടെ റിസ്ക് ഉള്ള ഒരു പൊസിഷണൽ ട്രേഡാണ്. അപ്പോൾ നാളേക്കോ അല്ലെങ്കിൽ തൊട്ടടുത്ത അതിൻ്റെ ഡേ ആഫ്റ്റർ ടുമോറോ വരെയൊക്കെ ഹോൾഡ് ചെയ്യാവുന്ന രീതിയിലുള്ള ട്രേഡ്. റൈറ്റ്. ഇനി എന്താണ് നമുക്ക് നാളെ കൺസിഡർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് പറഞ്ഞാൽ, നമ്മൾ നാളത്തെ ഈ ഒരു ലെവലിന് പകരം നമുക്ക് മറ്റൊരു ലെവൽ ചെറുതായിട്ടൊന്ന് ഫൈൻ ഡൗൺ ചെയ്ത് വരും. ബാക്കി ലെവലുകളെല്ലാം സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ ആ പ്രധാനപ്പെട്ട ലെവൽ ഇതായിരിക്കും നാളത്തെ പ്രധാനപ്പെട്ട ലെവൽ. ഓക്കെ. അപ്പോൾ ഈ ബ്ലാക്ക് ലെവൽ ഇവിടെ ഉണ്ട്. ആ ബ്ലാക്ക് ലെവൽ കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ലെവലിൻ്റെ മുകളിലോ താഴെയോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നാളത്തെ ഒരു ട്രെൻഡ് തീരുമാനിക്കും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ലെവലിലാണെങ്കിലും നിങ്ങൾക്ക്
ഏത് ലെവലിൽ കിട്ടിക്കഴിഞ്ഞാലും ആ ലെവലിൽ ബോത്ത് ബൈക്കും സെല്ലിനും എന്നുള്ള രീതിയിൽ നിൽക്കാൻ പറ്റും. ഒരു രണ്ടാമത്തെ തവണയൊക്കെ മാർക്കറ്റ് ക്യാൻഡിൽ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് ക്ലോസ് ചെയ്യുമ്പോൾ അവിടെ നെക്സ്റ്റ് ലെവൽ വരെ ട്രേഡ് ടാർഗറ്റ് സെറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു ട്രേഡ് എന്നുള്ളതാണ് നാളത്തെ എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ താഴേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഈ ഒരു ലെവലിൻ്റെ താഴെ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഫസ്റ്റ് റാലിയിൽ തുടർച്ചയായിട്ട് താഴേക്ക് വരുന്നതാണ് കണ്ടത് അല്ലേ. അതിന് പകരം ആ ഒരു റീടെസ്റ്റോ അല്ലെങ്കിൽ ഇങ്ങനെ ബൗൺസ് ചെയ്തിട്ട് ഇങ്ങനെ വന്നിട്ട് അപ്പോൾ 1, 2, 2 ടൈംസ് ഇതിന് താഴേക്ക് ക്ലോസ് ചെയ്താൽ നെക്സ്റ്റ് ലെവൽ വരെയുള്ള സെല്ല്. മുകളിലേക്ക് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടുന്ന് ആദ്യത്തെ ഒരു തവണ ഒക്കെ ഒരു 1 മിനിറ്റിൽ ക്ലോസ് ചെയ്തു, എന്നിട്ട് താഴെ വന്ന് വീണ്ടും രണ്ടാമത്തെ ഒരു തവണ ക്ലോസ് ചെയ്യുമ്പോൾ ബൈ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ ഇന്നത്തെ ദിവസത്തിൽ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആദ്യത്തെ തവണ ഇതാണ് ഒരു ഫസ്റ്റ് ലെഗ്. ഒരു ലെഗ് ഇത് ഒന്നിച്ചൊരു ലെഗായിട്ട് കൂട്ടണം, ക്യാൻഡിലല്ല എണ്ണേണ്ടത്. നമ്മൾ ഇങ്ങനെയുള്ള ഒറ്റ ഇതൊരു ലെഗ് അല്ലേ. ഈ ഒരു ലെഗ് ആ ഒരു കുതിപ്പിൽ മാർക്കറ്റിൽ ഒരു ക്ലോസിങ്, ഒരു 1 മിനിറ്റ് ക്യാൻഡിൽ ഒരു ക്ലോസിങ് കിട്ടിയെന്ന് കരുതുക. ആ സമയത്തല്ല നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. താഴേക്ക് ബേറിഷ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതിനുശേഷം അടുത്ത രണ്ടാമത്തെ ഈ ലെഗിൽ ഇവിടെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കിട്ടിയിട്ടില്ല, അല്ലേ. ഇനി അടുത്ത ഇത് ഒരു ചെറിയ ലെഗാണ്, ഇതിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കിട്ടിയില്ല. അടുത്ത ലെഗ്, ഈ ലെഗ് സ്റ്റാർട്ട് ചെയ്തു, ഈ ലെഗ് ഈ ലെവലിൻ്റെ മുകളിലേക്ക് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടൈമിലുള്ള ക്ലോസ്, സെക്കൻഡ് ടൈം ക്ലോസ്. അപ്പോൾ ഇങ്ങനെ സെക്കൻഡ് ടൈം അല്ലെങ്കിൽ തേർഡ് ടൈം, ഇത് സെക്കൻഡിലാണോ തേർഡിലാണോ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് നമുക്കറിയില്ല. അവിടെയാണ് നമ്മുടെ ഒരു ലോജിക്കും എക്സ്പീരിയൻസും നമ്മൾ മാർക്കറ്റിൽ ഉപയോഗിക്കുക. അപ്പോൾ ഒരു സെറ്റ് ഓഫ് പാറ്റേൺ അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് എന്നുള്ള രീതിയിൽ എല്ലാ തവണയും രണ്ടാമത്തെ തവണ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് ക്രോസ് ചെയ്യുമ്പോൾ എൻട്രി എടുക്കുക എന്നുള്ളൊരു പ്ലാൻ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. സ്ഥിരമായിട്ട് ഇത് ഫോളോ ചെയ്യാം. എല്ലാ തവണയും രണ്ടാമത്തെ തവണ ലെവലിൻ്റെ താഴേക്ക് ക്രോസ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ലെവൽ വരെ എന്നുള്ളൊരു പ്രോസസ്സ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. അത് ഇപ്പോൾ ഇവിടേക്ക് ഇന്ന് അങ്ങനെ പ്ലാൻ ചെയ്ത ഒരാൾക്ക് ട്രേഡ് ഇല്ല എന്നുള്ളത് അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ വേണം നിങ്ങൾ നാളെ ലെവലിനെ അപ്രോച്ച് ചെയ്യാൻ. അപ്പോൾ അതിലേക്ക് ഇതാണ് പ്രധാനപ്പെട്ട ലെവലുകൾ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. ഇവിടെ 23,143 143 ഓക്കെ. ഈ ലെവൽ ഇത് 23,026 ജസ്റ്റ് 26 ആണത്. 23,26 23,026. ഇത് 22,992 992 ബ്ലാക്ക് ലൈന്. ഇത് 940 തൊട്ടടുത്തുള്ള ലെവലുകൾ പ്രധാനപ്പെട്ട ലെവലുകൾ ഇതാണ്. ഇനി മുകളിലേക്ക് അതിന് മുകളിലേക്ക് ഇവിടെ 240 ഉണ്ട്, 240 ഈ ലെവല്. ഇവിടെ തൊട്ട് താഴെയുള്ളത് 879 879. അപ്പോൾ 3 ലെവലുകൾ ആവശ്യമുള്ളവർക്ക് മാർക്ക് ചെയ്തിടാം. എന്നിട്ട് ഓരോ ലെവലുകളിലും ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവൽ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ട്രേഡ് പ്ലാനാണ് നാളെ ഉപയോഗിക്കാൻ പറ്റുക. അത് 2 തവണ ഒക്കെ ബ്രേക്ക് ചെയ്യുമ്പോൾ എന്നുള്ള രീതിയിൽ ഫോളോ ചെയ്യാം. വലിയ ഒരു ഷോർട്ട് കവറിങ് റാലിയൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് പോവുകയാണെങ്കിൽ ഒന്നിന് പുറകെ ഒന്നായിട്ട് പോകുകയാണെങ്കിൽ നമുക്ക് ട്രേഡിങ് അവസരം മിസ്സാവും. അപ്പോൾ അത്തരം സമയത്ത് ട്രേഡ് എടുക്കേണ്ട എന്നുള്ളൊരു പ്ലാനിൽ തന്നെ നിൽക്കുക. നമ്മൾ ധൃതി വയ്ക്കേണ്ട, അടുത്ത ദിവസം നമുക്ക് ഓപ്പർച്യൂണിറ്റി വന്നോളൂ. ഓക്കെ, എത്രയാണ് ഉള്ളത് ഇതിനനുസരിച്ച് പ്ലാൻ ചെയ്യാം. സി യു നെക്സ്റ്റ്. ബൈ.